उनकी घोटाले की गारंटी है तो मोदी की भी एक गारंटी है। हर घोटालेबाज पर कार्रवाई की गारंटी, हर चोर लुटेरे पर कार्रवाई की गारंटी। മോദി എന്നാൽ ആരാന്ന നിങ്ങളുടെ വിചാരം? മോദി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. മോദിയുടെ ഗ്യാരണ്ടിയാണ് എല്ലാ അഴിമതിക്കാർക്കെതിരെയും കാരവാഹി ഹോഗ എന്ന്. കാരവാഹി ഹോഗ എന്ന് ഹിന്ദിയിൽ പറയുമ്പോൾ നടപടിയെടുക്കും എന്നാണ് മലയാളത്തിലെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതിന്റെ അർത്ഥം ഹർ വാപ്പസി ഹോഗ അഥവാ മോദിയുടെ കുടക്കീഴിൽ കൊണ്ടുവന്ന് അലക്കി വെളുപ്പിച്ചെടുക്കും എന്ന് മാത്രമാണ്. അതായത് അഴിമതി ചെയ്യേണ്ടവർ BJP-യിലേക്ക് NDA-യിലേക്ക് വന്ന് എത്ര വേണമെങ്കിലും അഴിമതി ചെയ്തുകൊള്ളൂ. ഈ പദ്ധതിയുടെ ഭാഗമായി അജിത് പവാറിന് 1000 കോടി രൂപയാണ് മോദിയുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സമ്മാനമായി കൊടുത്തിരിക്കുന്നത്. അജിത് പവാറിനെതിരെ 9 അഴിമതി കേസുകളായിരുന്നു 2019 മുൻപ് മോദി സർക്കാർ ചുമത്തിയിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് അജിത് പവാർ എന്നായിരുന്നു മോദി അന്ന് പറഞ്ഞിരുന്നത്. BJP-യുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം തന്നെ അജിത് പവാറിനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് മോദി ഗ്യാരണ്ടി നൽകിയിരുന്നു. എന്നാൽ 2019 മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞ് ഉദ്ധവ് താക്കറെ BJP-യുമായി വേർപിരിഞ്ഞപ്പോൾ പുലർച്ചെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ കൂടെ ചേർന്ന് ഉപമുഖ്യമന്ത്രിയായി അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം അജിത് പവാറിനെതിരെയുള്ള 9 കേസുകളുടെയും അന്വേഷണം നിർത്തിവെച്ചു. പിന്നീട് ശരത് പവാറിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് 3-ാം ദിവസം അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും 3 ദിവസത്തിനുള്ളിൽ ആ മന്ത്രിസഭ താഴെ വീഴുകയും ചെയ്തു. പിന്നീട് കോൺഗ്രസും ഉദ്ധവിന്റെ ശിവസേനയും NCP-യും ചേർന്ന് മഹാരാഷ്ട്രയിൽ മന്ത്രിസഭ രൂപീകരിച്ചു. 2021 മോദിയുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അജിത് പവാറിന്റെ 1000 കോടി രൂപയുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തു. അജിത് പവാറിന്റെ 30-ലധികം പ്രോപ്പർട്ടികളാണ് അന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അഴിമതിയിലൂടെയും ബിനാമി മാർഗത്തിലൂടെയും സമ്പാദിച്ചതാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുത്തത്. ഇതിൽ 400 കോടി രൂപയിലധികം മാർക്കറ്റ് വിലയുള്ള ജലന്ധേശ്വർ ഷുഗർ ഫാക്ടറി, സൗത്ത് ഡൽഹിയിൽ 20 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റ്, മകൻ പ്രാന്ത് പവാറിന്റെ പേരിലുള്ള 25 കോടിയിലധികം വിലമതിക്കുന്ന നിർമ്മൽ ഓഫീസ് ബിൽഡിംഗ്, ഗോവയിലുള്ള 250 കോടി രൂപയിലധികം വിലമതിക്കുന്ന നിലയ റിസോർട്ട്, പൂനെയിലും മുംബൈ ഏരിയയിലെയും 27 വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ എന്നിവയാണ് ഉൾപ്പെട്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും BJP-യുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ മോദിയുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ 1000 കോടി രൂപയുടെ സ്വത്തുക്കളെല്ലാം അജിത് പവാറിന് തിരിച്ചു നൽകിയിരിക്കുകയാണ്. അഴിമതിക്കെതിരെ ഇതിൽ പരം എന്ത് വലിയ പോരാട്ടം ആണ് മോദി നടത്താനുള്ളത്? ചുരുക്കി പറഞ്ഞാൽ അജിത് പവാറിനെ മോദി പൂർണ്ണമായി കൂട്ടിലടച്ചു തങ്ങളുടെ കൂട്ടത്തിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ അജിത് പവാർ ആവശ്യപ്പെട്ട ധനകാര്യ മന്ത്രാലയം വളരെ സന്തോഷപൂർവ്വം അയാൾക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ ഷിൻഡെയെ ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ് BJP. 2029-ലെ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടാനാണ് BJP ആഗ്രഹിക്കുന്നത്. ഹിന്ദുത്വ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടും എന്നതിനാൽ അതേ ആശയം തന്നെയുള്ള ഷിൻഡെയെ ഇനി തങ്ങൾക്ക് ആവശ്യമില്ല എന്നതാണ് BJP-യുടെ നയം. മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ലെങ്കിൽ ആഭ്യന്തരവും ധനകാര്യവും സ്പീക്കർ സ്ഥാനവും വേണമെന്ന് കടുംപിടുത്തം പിടിച്ച ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ല എന്ന് മാത്രമല്ല, ആകെ കൊടുത്ത വകുപ്പുകൾ റവന്യൂ, നഗരവികസനം എന്നിവ മാത്രമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഷിൻഡെയെ ഒഴിവാക്കി അജിത് പവാറിനെ മാത്രം കൂടെ നിർത്തി പോരാടാനാണ് BJP കരുക്കൾ നീക്കുന്നത്. അങ്ങനെ ED-യും CBI-യും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും വിടാതെ പിന്തുടർന്ന അജിത് പവാർ ഈ അന്വേഷണങ്ങൾ എല്ലാം റദ്ദാക്കപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചെടുത്ത 1000 കോടി രൂപയും തിരികെ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ അജിത് പവാറിനെ പരിപൂർണമായി മോദി വാഷിംഗ് മെഷീനിൽ അലക്കി ഒളിപ്പിച്ച് ക്ലീൻ ചിറ്റ് കൊടുത്ത് പിടിച്ചെടുത്ത സഹസ്രകോടികൾ തിരികെ നൽകി മോദി അഴിമതി ഇല്ലാത്തവനാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് പോലും ഒരു വേവലാതിയും ഇല്ലാത്ത വിഷയമായി മാറിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കൊള്ളയാണ് മോദിയും കൂട്ടരും ചേർന്ന് ഇന്ത്യക്കാരോട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സങ്കോചവും കൂടാതെ ഓപ്പൺ ആയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് നോൺ ബയോളജിക്കൽ രാജ്യത്തല്ലാതെ ലോകത്തിൽ ഒരിടത്തും നടക്കില്ല. ശരിക്കും ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അവരുടെ ചോര ഊമ്പി കുടിക്കുകയാണ് മോദിയും കൂട്ടരും. അവസാനം ബാക്കി വരുന്നത് ഒരു ശേഷിയുമില്ലാത്ത, ഒരു വിവേകവുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു യൂസ്ലെസ് ജനവിഭാഗമായിരിക്കും.